ചേച്ചി, ഹലോ. അതെ, വക്കീൽ സാറാണോ? ഞാൻ നളിനിയാണ്. സുശീല ചേച്ചി മുകളിലുണ്ട്. സാർ ഹോൾഡ് ചെയ്യൂ, ഞാൻ വിളിക്കാം. ആ, സുശീല ചേച്ചി ഫോൺ. അഡ്വക്കേറ്റ് തരകൻ സാറാണ്. ചേച്ചിയോട് തന്നെ സംസാരിക്കണമെന്ന്. ഹലോ. ആ, സുശീലയാണ് സർ. പറയണേ സർ. ദുഃഖവാർത്തകൾ കേട്ട് മരവിച്ചുപോയ മനസ്സല്ലേ സാർ എന്റേത്. അയ്യോ, എപ്പോ? അതൊക്കെ സത്യമാണോ സാർ? അതോ ആരെങ്കിലും ചതിച്ചതാണോ? എന്താ? ശരി സാർ. എന്താ ചേച്ചി? എന്ത് പറ്റി ചേച്ചി? എന്താ? എന്ത് പറ്റി? പറയ് ചേച്ചി. എന്താ? എന്താ ചേച്ചി? കണ്ണാലയും തറവാടിന് ഇതിൽ പേര് ഒരു അപമാനം വരാനില്ല. എന്താ ചേച്ചി? സരോജത്തിനെ അറസ്റ്റ് ചെയ്തു. എന്തിന്? അവളുടെ കള്ളുഷാപ്പിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് എക്സൈസ് ഏർപ്പിടിച്ചെടുത്തു. കള്ളുഷോപ്പിൽ സ്പിരിറ്റോ? കേരളത്തിൽ ഇപ്പോൾ ചാരായ ഷോപ്പുകളില്ലല്ലോ. കള്ളിൽ അല്പം സ്പിരിറ്റ് ചേർത്താൽ അത് കഴിക്കുന്നവർക്ക് കൂടുതൽ ലഹരി അനുഭവപ്പെടും. പക്ഷെ കഴിഞ്ഞ മാസം വരെ കള്ളുഷോപ്പുകൾ നടത്തിയിരുന്നത് പ്രസാദല്ലേ? സ്പിരിറ്റിന്റെ ഏർപ്പാടൊക്കെ ചെയ്തത് പ്രസാദായിരിക്കും. തീർച്ചയായും മകൻ തന്നെ അമ്മയെ ഒറ്റിക്കൊടുത്തെന്നാണ് വക്കീൽ സാർ പറയുന്നത്. സ്വന്തം മകൻ അമ്മയെ ജയിലിലടയ്ക്കാൻ കൂട്ടുനിൽക്കൂ? നളിനി പത്രങ്ങൾ വായിക്കാറില്ലേ? 5 സെന്റ് ഭൂമിക്ക് വേണ്ടി പെറ്റമ്മയെ പ്രതിയാക്കി കേസ് കൊടുക്കുന്ന മക്കളുണ്ട്. 5000-ഓ 10,000-ഓ രൂപയ്ക്ക് വേണ്ടി അമ്മയെ വെട്ടിക്കൊല്ലുന്ന മക്കളുമുണ്ട്. എല്ലാ ബന്ധങ്ങളെക്കാളും വലുതാണ് പണം. ചേച്ചി, കരയണ്ട. ഞാൻ ഇങ്ങനെ നിന്നെ തുടരെ ഉപദേശിക്കുന്നുണ്ട്, നിനക്ക് ഒരു പ്രയാസവും തോന്നരുത് മോളെ. നിന്റെ ബുദ്ധിയും ഭാവനയും പ്രയോജനപ്പെടുത്തിയാൽ വ്യവസായ രംഗത്ത് ഒരു പുതിയ സാമ്രാജ്യം തന്നെ സ്ഥാപിക്കാൻ നിനക്ക് കഴിയും. അമ്മ എന്തൊക്കെയാ ഇവളുടെ തലയിൽ അടിച്ചു കയറ്റുന്നത്? ഇപ്പൊ തന്നെ തലക്കനം കൊണ്ട് ഇവൾക്ക് നേരെ ചൊവ്വെ പെരുമാറാൻ കഴിയുന്നില്ല. തലയ്ക്കകത്ത് മൂല്യമുള്ള ഭാവന ഉണ്ടെങ്കിൽ അവർക്ക് ലേശം തലക്കനവും വരും. തലയിൽ ഒന്നും ഇല്ലാത്തവന് സ്വാഭാവികമായും അസൂയ തോന്നും. ജയന്റെ തലയിൽ ഒന്നുമില്ലെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതേ. ചിമ്മയി, നീ ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ പോയി കഴിഞ്ഞാൽ നീ എന്റെ സ്ഥാനത്തേക്ക് വരണം. നീ നിങ്ങളുടെ കമ്പനി നോക്കി നടത്തണം. നല്ല കാര്യമായി. എന്റെ ഭാര്യയെ ട്രൂ ടു ലൈഫിന്റെ CEO ആക്കാനോ? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷം ഇത്രയായി. ആകെ എത്ര പ്രാവശ്യം എന്റെ ഭാര്യ നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടെന്ന് അമ്മയൊന്ന് ചോദിച്ചു നോക്കൂ. ചിമ്മയി ഓഫീസിൽ വന്നിട്ടില്ലെങ്കിൽ അതിന് കാരണം ജയൻ കാണിക്കുന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതായത് ഡയറക്ടർ എന്ന നിലയിൽ ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ പോലും ജയൻ എന്നെ ഇഗ്നോർ ചെയ്യും. ഞാൻ മുമ്പ് അമ്മയോട് പറഞ്ഞിട്ടില്ലേ, പെരുമാറ്റത്തിൽ ഇവൾ കാണിക്കുന്ന എക്സെൻട്രിസിറ്റി കാരണം ഓഫീസിലെ സ്റ്റാഫ് മുഴുവൻ ഇവൾക്ക് മാനസികമായ തകരാറുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. തെറ്റായ ആ വിശ്വാസം തിരുത്താനുള്ള കടമ ജയനില്ലേ? ചിമ്മയെ ഓഫീസിൽ പതിവായി വന്നു തുടങ്ങിയാൽ ആളുകളുടെ ധാരണയിൽ മാറ്റം വരും. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അമ്മ വരുന്നില്ലേ? ഓഫീസിലേക്ക് ഞാനും വരുന്നുണ്ട്. പക്ഷേ ജയനുള്ള അത്ര തിടുക്കം എനിക്കില്ല. അമ്മ എന്തിനു പാഴ്വേല ചെയ്യുന്നു? ആ മനുഷ്യൻ മാറാനേ പോകുന്നില്ല. മാറാത്തവരെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്.
ചിമ്മയി മാറിയില്ലേ? ഇത്രയും നേരം ദേഷ്യം അടക്കി പിടിച്ചിരുന്നില്ലേ? ഇത് നിന്റെ വിജയമാണ്. അമ്മേ അമ്മയെ മനസ്സിലാക്കാൻ ഞാൻ വളരെ വൈകിപ്പോയി. സാരമില്ല. ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്നത് സാവധാനത്തിലായാൽ ഏറെ നല്ലത്. പെട്ടെന്നടുത്താൽ പെട്ടെന്ന് തന്നെ അകന്നു വരും. വക്കീൽ സാർ പറയുന്നത് ശരിയാണ്. സരോജൻ ദയ അർഹിക്കുന്നില്ല. ആദ്യം സഹോദരങ്ങൾ, പിന്നെ ഭർത്താവ്, ദാ ഇപ്പോൾ മകനും. എല്ലാവരെയും അവൾ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തി. പക്ഷെ ഇപ്പോൾ പണം ഉണ്ടായാൽ മാത്രം പോരാ, ബന്ധങ്ങളും കൂടിയേ കഴിയൂ എന്നവൾക്ക് ബോധ്യമായി കാണും. എവിടെ? ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സ്ഥായിയായ മാറ്റം ഉണ്ടാവുകയില്ല. കുടുക്കിൽ അകപ്പെടുമ്പോ അയ്യോ എന്നെ രക്ഷിക്കണേന്ന് വിളിച്ചു കൂവും. രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും പൂർവസ്ഥിതിയെ പ്രാപിക്കും. എന്റെ സാമർത്ഥ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയും. വക്കീൽ സാറിന് അറിയാലോ, ഞാനും എന്റെ മോളും യാചകരെ പോലെ കരുണാലയത്തിൽ വന്നപ്പോൾ എന്റെ സഹോദരികൾ കാട്ടിക്കൂട്ടിയതല്ല. എന്റെ സ്ഥിതി ഭദ്രമായപ്പോൾ ഞാൻ അവരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചോ? ഇല്ലല്ലോ. മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നറിയാതെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാതെ ഞാൻ എന്റെ കടമ ചെയ്യുന്നു. സാറിനെ ഞാനൊരു വക്കീലായി മാത്രം ഒരിക്കലും കണ്ടിട്ടില്ല. എന്റെ സുഖദുഃഖങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുകൊള്ളുന്ന ഒരു സഹോദരനായിട്ടാണ് ഞാൻ സാറിനെ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവശിക്ഷയാണ്. ആ സരോജം കുറച്ചൊക്കെ അനുഭവിക്കണം. അമ്മായി അച്ഛനും മരുമകനും തമ്മിൽ, അതായത് രാജഗോപാല മുതലാളിയും പ്രസാദ് കരുണാലയം എന്ന പുതിയ കൊച്ചുമുതലാളിയും തമ്മിൽ ഈയിടെ ഒരു ഏറ്റുമുട്ടലുണ്ടായി. രാജഗോപാലൻ ഇപ്പൊ കഷ്ടകാലമാ. പുത്തമ്പണക്കാരനല്ലേ പ്രസാദ്? അവന്റെ മാറ്റം വളരെ പ്രകടമല്ലേ? മാല ഷത്തിന്റെ വെളിയിലിടുന്ന ആണുങ്ങൾ അധികമില്ലല്ലോ നമ്മുടെ നാട്ടിൽ. പ്രസാദ് അമ്മായി അച്ഛനെ പറ്റി വളരെ പുച്ഛത്തിൽ സംസാരിച്ചു. മിക്കവാറും എല്ലാ കള്ള് ഷാപ്പുകളിലും ലേശം സ്പിരിറ്റ് കള്ളി ചേർക്കും. കേരളത്തിൽ ചാരായ നിരോധനം വന്നെങ്കിലും ചാരായം കൂടി നിന്നിട്ടില്ല എന്ന് സാരം. വാറ്റ് ചാരായവും സ്പിരിറ്റ് ചേർത്ത കള്ളും ഇപ്പോഴും ഇവിടെ സുലഭമായി കിട്ടും. മാസപ്പടി എന്നൊരു ഏർപ്പാടുള്ള കാര്യം നമ്മളൊക്കെ പത്രത്തിലൂടെ അറിഞ്ഞതാണല്ലോ. ഗവൺമെന്റ് ശമ്പളമായി കൊടുക്കുന്ന തുകയുടെ 4 or 5 ഇരട്ടി മാസപ്പടിയായി അബ്കാരി മുതലാളിമാരിൽ നിന്ന് കിട്ടുമ്പോൾ എക്സൈസുകാരും പോലീസുകാരും ഒക്കെ സന്തോഷിക്കും, കണ്ണടയ്ക്കും. പക്ഷേ രാജഗോപാലൻ മുതലാളി കച്ചവടത്തിന്റെ മർമ്മമറിഞ്ഞ ആളല്ലേ. അയാൾ ഒരു പഴയ എക്സൈസ് ഉദ്യോഗസ്ഥനെ കൂട്ടുപിടിച്ച് പ്രസാദിനെ കുരുക്കാൻ വേണ്ടി ഒരു കെണി ഒരുക്കി. കഷ്ടകാലത്തിന് ആ കെണിയിൽപ്പെട്ടത് സരോജമായി പോയി. കാരണം കള്ള് ഷാപ്പുകളുടെ ഒക്കെ ലൈസൻസ് സരോജത്തിന്റെ പേരിലാണ്. എങ്കിലും പ്രസാദിന് രക്ഷപ്പെടാനാവില്ല. എക്സൈസുകാരോട് സരോജൻ പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എല്ലാം എന്റെ മുൻ പ്രസാദിനെ അറിയാവൂന്ന്. അത് സത്യവുമാണ്. എങ്ങനെയെങ്കിലും സരോജത്തെ രക്ഷിക്കണം. നന്ദി കെട്ടവളാ, മനുഷ്യത്വമില്ലാത്തവൾ. കുറച്ചു കാലം അവൾ അകത്ത് കിടക്കട്ടെ, അനുഭവിക്കട്ടെ. സുശീലയ്ക്കൊരു സത്യം അറിയാമോ? ഇങ്ങനെ ഉള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. പ്ലീസ് അങ്ങനെ പറഞ്ഞൊഴിയരുത്. ജാമ്യം കിട്ടാൻ പ്രയാസമാണ്. ലാബറട്ടറി നടത്തിയ ടെസ്റ്റിൽ സരോജത്തിന്റെ ഷാപ്പിൽ വിറ്റ കള്ളിൽ ചാരായത്തിന്റെ അളവ് വളരെ കൂടുതലാണെന്ന് തെളിഞ്ഞില്ലേ? എങ്കിലും നമ്മൾ ശ്രമിക്കണം. തരംഗ് സാർ വാദിച്ചാൽ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഒരു ജന്മം, ഇങ്ങനെയും ഒരു ജന്മം, രണ്ടും സഹോദരിമാർ. എന്റെ കർത്താവേ, നിന്റെ കണക്കെന്താ ഇങ്ങനെ തെറ്റിപ്പോകുന്നത്? അല്ലെങ്കിൽ കർത്താവിനെ കുറ്റം പറയുന്നത് എന്തിനാ? കോടതിയിൽ കള്ളം പറഞ്ഞ് കള്ളന്മാരെയും കള്ളികളെയും പുറത്തു കൊണ്ടുവരുന്ന എന്നെ പോലെ ഉള്ളവർക്കും ശിക്ഷ കിട്ടണമല്ലോ. വക്കീൽ സാർ എന്ത് പറയുന്നു? നോക്കാം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതാണ് സുശീല, ഇതാണ് മനുഷ്യത്വം. സ്വാമി, ഇവിടെയുള്ള മറ്റു പെണ്ണുങ്ങളെല്ലാം ഭയങ്കര കള്ളികളാ.
ആരും സംസാരിക്കാൻ പാടില്ല, ആശ്രമവാസികൾക്കെല്ലാം മൗനവ്രതമാണ്. ഇതെന്തൊരു ഏർപ്പാട്? എല്ലാരും ഊമകളായ പിന്നെ കാര്യങ്ങളെല്ലാം എങ്ങനെ നടക്കും? ആ അമ്മേ, ഹേമ ഇന്നലെ എന്നോട് പറഞ്ഞു നമ്മുടെ കമ്പനിയിൽ ഹേമയ്ക്കൊരു ജോലി കൊടുക്കാമോ എന്ന്. ഈ ചോദ്യം അവൾ എന്നോടും ചോദിച്ചു. അമ്മ ഹേമയുടെ എന്താണ് മറുപടി പറഞ്ഞത്? നിനക്ക് സ്വന്തമായിട്ടൊരു കമ്പനിയില്ലേ, കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്സ് എന്ന് ചോദിച്ചു. പക്ഷേ ബാലുവും ഹേമയും തമ്മിൽ അകൽച്ചയിലല്ലേ? അകൽച്ച കൊണ്ട് മാത്രം ഒരു ബന്ധം തകരുമോ? പലപ്പോഴും അകൽച്ച ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. ഹേമയുടെ ഇവിടുത്തെ താമസം താൽക്കാലികം മാത്രമാണ്. അവളുടെ മനസ്സ് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ബാലുവാണ്. ആദ്യം ബാലു ഹേമയെ കല്യാണം കഴിച്ചതിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബാലുവിന് എല്ലാ രീതിയിലും അനുയോജ്യമാണ് അവളെന്ന്. അമ്മയുടെ ലോജിക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാറില്ല. അതെ, ലോജിക് എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ പാടില്ലാത്തോണ്ട. നല്ല ചായ. യു ആർ റൈറ്റ്, ഷീ ഈസ് ചേഞ്ചിങ്. താങ്ക് യു ബോസ്. ആ നീയോ? നീ ഒറ്റയ്ക്ക് വന്നോ? ഇന്നലെ ഫോൺ ചെയ്തപ്പോഴും വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്കും അച്ഛനും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. വേണ്ട വേണ്ട, ഒരുപാട് സ്വാതന്ത്ര്യമൊന്നും കാണിക്കണ്ട. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല. അതിനൊറ്റയ്ക്കല്ല ഞാൻ വന്നത്. ശ്രീജയും സ്വപ്നയും ഞാനും കൂടി ഒരുമിച്ചാണ് വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഒരു ടാക്സി ഷെയർ ചെയ്തു. അല്ല, അച്ഛനെവിടെ? അച്ഛാ, അച്ഛാ, ഗുഡ് ന്യൂസ്. എനിക്ക് എല്ലാ സബ്ജക്റ്റിനും എ ഗ്രേഡ് ഉണ്ട്. അച്ഛാ, ദേ, നിന്റെ അച്ഛൻ മോളിലില്ല. പിന്നെ എവിടെ? താഴത്തെ റൂമിലുണ്ടോ? അച്ഛാ, നീ നിന്റെ മുറി പോയി ഡ്രസ് മാറി ഫ്രഷ് ആയിട്ട് വാ. അച്ഛൻ എവിടെ? അച്ഛൻ വീട്ടിലില്ല. എവിടെ പോയി? എന്നോട് പിണങ്ങിപ്പോയി. ആ എരണക്കെട്ടവളുടെ വീട്ടിൽ താമസിക്കുക. അച്ഛൻ പിണങ്ങിപ്പോയെന്നോ? ഇത് അച്ഛന്റെ വീടല്ലേ? അച്ഛനും അമ്മയും കൂടി പിണങ്ങിയാ അമ്മയല്ലേ ഇറങ്ങിപ്പോവേണ്ടത്? വീട് എന്റെ പേരില, നാളെ നിന്റെ പേരിലാകേണ്ടത്. ബാങ്കിൽ വീട് പണയം വെക്കാൻ ആധാരം വേണോന്ന് പറഞ്ഞു, ഞാൻ കൊടുത്തില്ല. അതിനാ പിണങ്ങിപ്പോയത്. ഇപ്പൊ പ്രഭയുടെ വീട്ടില് അവളുടെ കൊച്ചിനെ നോക്കി കഴിയുന്നു. എങ്കിൽ ഞാനും അങ്ങോട്ട് പോന്നു. നിക്കടി അവിടെ. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്റെ അച്ഛൻ എവിടെ താമസിക്കുന്നോ അവിടെ ഞാനും താമസിക്കും. നിക്കടി അവിടെ. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ താമസിക്കില്ല. അവിടെ നിൽക്കാൻ അഹങ്കാരി. നിന്നോടാ പറഞ്ഞത് അവിടെ നിൽക്കാനില്ല. അവിടെ നിൽക്കാൻ അഹങ്കാരി. അവിടെ നിൽക്കടി. എടി അവിടെ നിൽക്കാൻ. നിന്നെ ഞാൻ കാണിച്ചരടി. എന്നോടാ കളി, അച്ഛന്റെ മോളുടെ. മോളെ, നീ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ലോ. നീ വീട്ടിൽ കയറിട്ടല്ലേ വന്നത്? വീട്ടിൽ കയറിയതുകൊണ്ടല്ലേ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. എന്നിട്ട് ഇങ്ങോട്ട് വരാൻ അമ്മ സമ്മതിച്ചോ? അമ്മ സമ്മതിച്ചിട്ട് വരാനിരുന്ന എന്റെ ഈ ജന്മം അങ്ങ് പോവും. കണ്ടില്ലേ, എന്റെ ഈ പെട്ടി ഞാൻ തുറന്നു പോലും ഇല്ല. അമ്മ എന്നെ പിടിച്ചു നിർത്താൻ നല്ലപോലെ നോക്കി. ഞാൻ പെട്ടിയും തൂക്കി ഓടി. ആദ്യം കണ്ട ഓട്ടോയിൽ കയറി. വരൂ.
ഇങ്ങ തരും. നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഓട്ടോറിക്ഷ കയറി വന്നു. എന്താ ഞാൻ ഇവിടെ വന്ന അച്ഛനെ പിടിച്ചില്ലേ? അതല്ല, കുസുമത്തിന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ എത്താൻ നീ കുറച്ച് പ്രയാസപ്പെട്ട് കാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മയുടെ കണ്ണു വെട്ടിച്ചല്ലല്ലോ വന്നത്, അമ്മയുടെ കൺമുമ്പിലൂടെ തന്നെയാ. ഇതാരായി കിടക്കുന്നത്? കുഞ്ഞമ്മയുടെ പൊന്നുമോളാണോ? പ്രാർത്ഥന മോളാണോ? ചേച്ചി, ഇവിടെ എടുത്ത് എന്റെ കയ്യിലൊന്നും തന്നെ. മോളെ വാ വാ വാ. മോളെ, പഴയ പ്രാർത്ഥന മോളല്ല, വെയിറ്റ് ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്, സൂക്ഷിക്കണേ. നോക്കിയെടുക്കണം. ചക്കരക്കുട്ടി. നീ വല്ലതും കഴിച്ചതാണോ മോളെ? ചോറിരിപ്പുണ്ട്, വിളമ്പ. അല്ലെങ്കിൽ മാവിരിപ്പുണ്ട്, ദോശ ചുട്ടിയറട്ടെ. എനിക്ക് ദോശ മതി, പക്ഷെ കുറച്ച് കഴിയട്ടെ. കുറച്ചു നേരം ഇവിടെ കണ്ടോണ്ടിരിക്കട്ടെ. കുഞ്ഞ് പാതി ഉറങ്ങിയതാ, നീ അതിനെ ഉണർത്തി. അച്ഛൻ ഏതു നേരം ഇവളുടെ അടുത്തല്ലേ? ഞാൻ ഇവളെ കണ്ടിട്ട് മാസം 2 കഴിഞ്ഞു, അറിയാവോ? മോളെ, ഞാനിപ്പം മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, ആ താടകാ ഭയങ്കര വന്നു കഴിഞ്ഞു. അതെ, അച്ഛൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട. എന്റെ രണ്ടാനമ്മയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മോളെ, ഇവിടെ കിടത്തിക്കോ. എന്റെ മോളെ എങ്ങോട്ട് ഇറക്കി വിട്. അയ്യോ, മനസ്സിലായില്ല. എന്താ മനസ്സിലാക്കാതിരിക്കാൻ? നന്ദിനി അകത്തുണ്ട്, അവളെ ഇങ്ങോട്ട് ഇറക്കി വിടാനാ പറഞ്ഞത്. ഇറക്കി വിടാൻ ഇത് പോലീസ് സ്റ്റേഷനോ ജയിലോ ഒന്നും അല്ലല്ലോ, ഒരു വീടല്ലേ.